അതിജീവിതയ്ക്കെതിരായ അപവാദ പ്രചരണത്തിൽ കേസ് അന്വേഷണം തൃശൂർ ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറി. രണ്ടാം പ്രതി മാർട്ടിൻ പ്രചരിപ്പിച്ച വീഡിയോ നീക്കണമെന്നാവശ്യപ്പെട്ട് സാമൂഹ്യ മാധ്യമങ്ങൾക്ക് പോലീസ് നോട്ടീസ് നൽകി. അപവാദ പ്രചരണം നടത്തി 27 വ്യക്തികൾക്കും നോട്ടീസ് നൽകി. രണ്ടാം ഘട്ടത്തിൽ കൂടുതൽ പേർക്കെതിരെ കേസെടുക്കാനും നീക്കമുണ്ട്. മാർട്ടിന്റെ പേരിൽ പുറത്തിറങ്ങിയ വീഡിയോയ്ക്ക് പിന്നിൽ ഗൂഢാലോചന ഉണ്ടോ എന്ന് അന്വേഷിക്കുമെന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. മാർട്ടിനെ ജയിലിലെത്തി ചോദ്യം ചെയ്യും. 127 സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിച്ചെന്നും കമ്മീഷണർ പറഞ്ഞു. അതിൻ്റെ അകത്ത് ഈ വീഡിയോ പ്രൊഡ്യൂസ് ചെയ്ത ആൾക്കാർക്ക്, വീഡിയോ ഷൂട്ട് ചെയ്ത ആൾക്കാർക്ക്, അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ സർക്കുലേഷനും ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത ആൾക്കാർക്ക് ആർക്കാണ് അതെല്ലാം നോക്കിയിട്ട് അത് ബന്ധപ്പെട്ട് നമുക്ക് കൃത്യമായിട്ട് ലീഗൽ നടപടികൾ എടുക്കാൻ പോവാണ്. ലെവിൻ കെ വിജയനാണ് തൃശ്ശൂരിൽ നിന്ന് ചേരുന്നത്. ലെവിൻ, ഇക്കാര്യത്തിൽ ഈ പ്രചരിപ്പിച്ചവരെ പൂട്ടാൻ എത്രത്തോളം ഇതിനോടകം തന്നെ പോലീസിന് സാധിച്ചിട്ടുണ്ട്? മാത്രമല്ല, ക്രൈംബ്രാഞ്ചിലേക്ക് അന്വേഷണം എത്തുകയാണ്. അപ്പോൾ ഏത് നിലയ്ക്ക് എത്രത്തോളം ശക്തമായ അന്വേഷണം നടത്താൻ കഴിയുമെന്നുള്ള പ്രത്യാശയാണ് ഇപ്പോഴുള്ളത്? സംഗീത ശക്തമായ നടപടികളിലേക്ക് തന്നെ കടന്നിരിക്കുകയാണ് പോലീസ് എന്ന് വേണമെങ്കിൽ പറയാം. സർക്കാരിൻ്റെ കൂടി പ്രത്യേക താല്പര്യപ്രകാരമാണ് അതിവേഗത്തിൽ കേസിൽ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകുന്നത്. ഇതിനോടകം തന്നെ 127 ആളുകളുടെ ഇത്തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അപവാദ പ്രചരണം നടത്തിയ ആളുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു. 27 പേർക്ക് നോട്ടീസ് നൽകി. ഇത്തരം മോശമായി ചിത്രീകരിക്കുന്ന, അതിജീവിതയെ ചിത്രീകരിക്കുന്ന വീഡിയോകളും കമൻറ്റുകളും അടക്കം റിമൂവ് ചെയ്യണമെന്നാവശ്യപ്പെട്ടത് കൊണ്ട്, അതുമാത്രമല്ല ഇത്തരം വീഡിയോകൾ പ്രചരിക്കപ്പെട്ട സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് അക്കൗണ്ടുകളുടെ അധികൃതർക്കും ഈ സ്ഥാപനങ്ങൾക്കും പോലീസ് നോട്ടീസ് കൈമാറിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കണ്ടന്റുകളുള്ള വീഡിയോകളും മറ്റും എത്രയും വേഗം റിമൂവ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നടപടി. അതോടൊപ്പം തന്നെയാണ് ഈ കേസിലെ രണ്ടാം പ്രതി, ഈ നടിയെ ആക്രമിച്ച കേസിലെ രണ്ടാം പ്രതിയായിട്ടുള്ള മാർട്ടിൻ അടക്കമുള്ള ആളുകൾക്കെതിരെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. മാർട്ടിനെ ഒന്നാം പ്രതിയും തിരിച്ചറിയാവുന്ന ആളുകളെ ബാക്കിയുള്ള പ്രതികളുമായിട്ടാണ് നിലവിൽ IT ആക്ട് പ്രകാരമുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. IT ആക്ട് 67, 72, 75 ലൈംഗിക ചുവയുള്ള പരാമർശങ്ങൾ നടത്തി വ്യക്തിയെ അധിക്ഷേപിക്കുക, ഇലക്ട്രോണിക്സ് മാധ്യമങ്ങളിലൂടെ അപവാദ പ്രചരണം നടത്തുക, അപവാദ പ്രചരണം തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസെങ്കിലും ഇത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള നടപടികളിലേക്ക് കടക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ ക്രൈംബ്രാഞ്ച് സംഘത്തിനാണ്, ജില്ലാ പോലീസ് ക്രൈംബ്രാഞ്ചിനാണ് അന്വേഷണ ചുമതലയുള്ളത്. അന്വേഷണ ഉദ്യോഗസ്ഥനെ അടക്കം വ്യക്തമാക്കാതെയാണ് രഹസ്യ സ്വഭാവം തന്നെ ഈ കേസിൽ തുടർന്നുകൊണ്ട് പോകാനാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന ഈ കേസിലെ മുഖ്യപ്രതിയും നടിയെ ആക്രമിച്ച കേസിലെ രണ്ടാം പ്രതിയുമായ മാർട്ടിനെ ജയിലിലെത്തി ചോദ്യം ചെയ്യാനും അറസ്റ്റ് രേഖപ്പെടുത്താനും അടക്കമുള്ള കാര്യങ്ങളിലേക്കും പോലീസ് നടപടികൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതോടൊപ്പം ഈ കേസിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള, അപവാദ പ്രചരണത്തിൻ്റെ കാര്യത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണത്തിൻ്റെ പരിധിയിൽ ഉണ്ടാകുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജ് ദേശ്മുഖ് നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും അതിശക്തമായ നടപടികളായിരിക്കും ഈ കേസിൽ തുടർന്നുണ്ടാവുക എന്നുള്ള സൂചനയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത്. സംഗീത. ശരി ലെവിൻ, അങ്ങനെ വിവിധ മാനങ്ങളിലൂടെ ആ അന്വേഷണം മുന്നോട്ടേക്ക് പോകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് മറ്റുള്ളവർക്കുള്ള ഒരു മെസ്സേജ് കൂടിയാണ്. ഇക്കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നതിലെ ഗൗരവം അത് പൊതുസമൂഹത്തിന് മനസ്സിലാക്കുന്ന കാര്യം കൂടിയാണ്. ഇത്തരം കേസുകളും അതിൻ്റെ അന്വേഷണങ്ങളും വരുന്നത്. ലെവിൻ കെ വിജയനാണ് വിശദമായ വിവരങ്ങൾ പറഞ്ഞത്.